എന്ത് തോന്നുന്നു ഉക്രൈൻ വന്നിട്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഇത്ര അടിപൊളി ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇന്ന് വളരെ മനോഹരമായ ഒരു സംഭവമാണ്. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ഏഷ്യാനെറ്റിൽ മറ്റൊക്കെ കാണുന്നത് ഒരു മെഗാ ഈവന്റ്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അതുപോലെ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ വരുന്നത്. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഏതായാലും നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അടിച്ചുപൊളിയൊന്നും നടന്നിട്ടില്ല, എന്നാൽ പിന്നെ ഇങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വെച്ചോട്ടോ. പിന്നെ വേറെ കാര്യം, ഇതിൽ ഇൻഫോർമേറ്റീവായ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം അറിയാലോ, ഞാനിപ്പോൾ ഉള്ളത് ഉക്രൈനിലാണ്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ എന്നോട് ഉക്രൈനിലെ സ്റ്റുഡൻസ് വിസയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ പർപ്പസിന് ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ബ്രോനെ വെച്ച് ചെയ്യുന്നുള്ളത്. അപ്പം ആ കാര്യങ്ങളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എക്സ്പെർട്ട് അല്ലേ? തീർച്ചയായും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ ഓൾറെഡി 10 വർഷമായിട്ട് യുക്രൈനിൽ. 10 വർഷമായിട്ട് ഉക്രൈനിലുണ്ട് മൂപ്പര്. പിന്നെ മൂപ്പര് പരിചയപ്പെടുന്നില്ല, വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാവുന്ന ക്യാരക്ടറാണ് മൂപ്പര്. 10 വർഷമായിട്ട് ഉക്രൈനിലുണ്ട്. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നല്ല, സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഗാർഡിയനാണ്. സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഗാർഡിയൻ എന്ന് വെച്ചാൽ ഇവിടെ എത്ര സ്റ്റുഡൻസ് ഇപ്പോൾ ഇപ്പം നിലവിൽ യുക്രൈനിൽ ഏകദേശം 3000 മലയാളികളുണ്ട്. ഇപ്പോൾ കാർക്കീവിലാണെങ്കിൽ ഏകദേശം ഒരു 7000 സ്റ്റുഡൻസ് ഉണ്ട്, ഇന്ത്യൻ സ്റ്റുഡൻസ്. അതിൽ ഏകദേശം നമ്മളുടെ ഒരു 1200 സ്റ്റുഡൻസ് മലയാളികളാണ്. അതായത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സിറ്റിയാണ് കാർക്കീവ്, ഉക്രൈനിലല്ല. നമ്മളത് കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പം ഈ രക്ഷിതാവിൻ്റെ കീഴിൽ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? 850 കുട്ടികളുടെ രക്ഷിതാവാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആളല്ലോ നമ്മൾ കൂടെയുള്ളത്. പിന്നെ മലയാളികളാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? എനിക്ക് മോസ്റ്റ്ലി മലയാളികളാണ്, എല്ലാ മലയാളികളാണ്. എനിക്ക് ഇപ്പം കർണാടക, തമിഴ്നാട് നിന്ന് സ്റ്റുഡൻസ് വരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ചാണ്, ഒരു 5-6 അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അത് റെഫറൻസ് പോലെ. ശരിക്കും എന്താണ് വേൾഡിൽ ഇത്രയും രാജ്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഉക്രൈനിൽ മലയാളികൾ ഇങ്ങനെ വരാനുള്ള കാരണം? യുക്രൈനിൽ എന്ന് പറഞ്ഞാൽ വൺ ഈസ് കോസ്റ്റ് കുറവാണ് വളരെയധികം കമ്പയർ ടു ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ അമേരിക്ക, UK ഒക്കെ എടുക്കുകയാണെങ്കിലും ഇപ്പം നമ്മൾ വലിയ വലിയ രാജ്യങ്ങളോട് കമ്പയർ ചെയ്യണ്ടേ. പിന്നീട് യൂറോപ്യൻ യൂണിയനിലില്ല, പക്ഷേ യൂറോപ്യൻ കൗൺസിലുള്ളത്, യൂറോപ്യൻ യൂണിയനിലാവാൻ ചാൻസ് ഉള്ള വളരെയധികം സാധ്യതയുള്ള യൂറോപ്പായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് യുക്രൈൻ. ഇവിടുത്തെ സ്റ്റഡീസ് എന്ന് പറയുന്നത് അമേരിക്കൻ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ്. പിന്നെ വേറെ ഒരു രാജ്യത്തുമില്ലാത്ത പ്രത്യേകത, ഇഷ്ടംപോലെ ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എക്സാം ഉണ്ട്. അതായത് തേർഡ് ഇയറിലൊരു മെയിൻ എക്സാം ഉണ്ട്, ഫൈനൽ ഇയറിലൊരു മെയിൻ എക്സാം, ക്രോക്ക് എക്സാം. അപ്പം ചിലവർ പറയും അയ്യോ യുക്രൈനിൽ പോകേണ്ട, ക്രോക്ക് എക്സാം വളരെ ടഫ് അല്ലേ എന്ന് പറയും. പക്ഷേ ക്രോക്ക് എക്സാം നമ്മൾ മെഡിസിനാണ് പഠിക്കുന്നത്, അത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ്. 2 എക്സാം സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വേണം നമ്മളെ കുട്ടികൾ വരാമെന്ന് വെച്ചാൽ അവരെ പഠിക്കുന്ന ഡോക്ടറാണ്. ക്രോക്ക് എക്സാം പേടിയുള്ളവരാണ്, അവരുടെ പിന്നെ ഡോക്ടറായിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം നമുക്കിപ്പം സമയമായി കാണാം. അപ്പം സ്റ്റുഡൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ കലാപരിപാടികളുണ്ട്. നമുക്ക് ആ കലാപരിപാടികളെ കണ്ടിട്ട് വരാം. ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം പേരൻസിനോടും കുട്ടികളോടാണ്. നിങ്ങളുടെ മക്കളെ ഡോക്ടറാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഡോക്ടറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ല സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഡോക്ടർ ആവണം, MBBS പഠിക്കണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗം എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. പക്ക ഇൻഫർമേഷൻ ഞാൻ എന്തായാലും മൂപ്പരെടുത്ത് തരാം. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ജെന്യുവിൻ ആയിരിക്കും. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ ഏകദേശം ഒരു 10 ദിവസത്തിനടുത്ത് ട്രാവൽ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. യാതൊരു തരത്തിലുള്ള കള്ളങ്ങളും പറയില്ല, ജെന്യുവിനായ കാര്യങ്ങൾ മാത്രം. ഓക്കെ, നമുക്ക് പോയിട്ട് പരിപാടി കാണാം. സമയം ഞാൻ സംസാരിക്കായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് കലാപരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തട്ടിക്കൂട്ടിയ പരിപാടികളാണ് ഇവിടെ നടന്നത്. ആരാ കൊറിയോഗ്രാഫർ എടുത്തു? എല്ലാവരും അല്ല
ഈ ചങ്ങായി കേട്ടോ കൊറിയോഗ്രാഫി ചെയ്തത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. പറ എല്ലാവരും ആയി പറഞ്ഞേ. എല്ലാവരും എവിടുന്ന മെയിനായിട്ട് ഏത് ജില്ലക്കാർ? വെയിറ്റ് ട്രിവാൻഡ്രത്ത് എത്ര ആൾക്കാരുണ്ട്? കൊല്ലം, പത്തനംതിട്ട, വേറെ ഏതേലും ആലപ്പുഴ, കോട്ടയം. കോട്ടയത്ത് നിന്ന് 2 പേരേ ഉള്ളൂ. 3 4 പേര്. ഇടുക്കിയാറുള്ള ഇടുക്കിയാറുള്ള തൃശ്ശൂർ എത്ര പേരുണ്ട്? വേറെ കോഴിക്കോട്, പാലക്കാട്. അത് പറഞ്ഞ പോലെ. പിന്നെ കണ്ണൂരല്ല നമ്മളെ നാട്ടുകാരുടെ ഇഷ്ടം പോലെ. കാസർഗോഡ് ആരും 2 പേര്. ആരാ? ഒരു തമിഴ്നാടുണ്ട്. എന്ത് തോന്നുന്നു? ഇവരൊക്കെ ഇവിടെ എത്തിയിട്ട് എത്ര 1 വീക്ക് എത്ര ദിവസമായത്? 10 ദിവസം, 2 വീക്സ് ആയി. എന്ത് തോന്നുന്നു ക്രെയിൻ വന്നിട്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. വേണോ? നാട്ടുകാരെ അവിടെ നോട്ട് ചെയ്തോട്ടോ. അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് തോന്നുന്നു ക്രെയിൻ വന്നിട്ട്? ക്ലാസ് തുടങ്ങിയോ? ഇങ്ങനെ ഒരു പണിയൊന്നുമില്ല, വെറുതെ പോയി എന്താ മിണ്ടാതെ. ഓക്കെ ഫൈൻ. ഇവിടെ സൈലന്റ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവന്റെ ചെവി അടിച്ചു. എല്ലാവരും ഹെഡ്ഫോണിലിട്ട് കേൾക്കുന്നതായിരിക്കും. എന്താ പറയാനുണ്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സിനോട്? നിങ്ങൾ ഇവിടുത്തെ എന്താ പറയാ, എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? എല്ലാവരും ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അടിപൊളി നടക്കുന്നില്ല? കാരണം വേറെ നല്ല ഇവനെ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ സീരിയസ്ലി വെറുതെ തള്ളി മറിക്കുന്നതല്ല. ഇവൻ ഓൾവേസ് ഇവൻ്റെ മൊബൈൽ ഇങ്ങനെ റിങ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ അച്ഛനോ അമ്മയോ അങ്കിളോ അല്ലെങ്കിൽ കൊല്ലം ഭാഷ പറഞ്ഞാൽ കൊച്ചച്ഛനോ അപ്പാപ്പൻ കൊച്ചാപ്പൻ എല്ലാവരും എന്നിട്ട് അതെ ഇതല്ല നിങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് വിളിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്ത് ഇവൻ്റെ കൂടെ നടക്കുമ്പോൾ ഭക്ഷണത്തിനെ പറ്റി ഒരുപാട് ചർച്ച വരുന്നുണ്ട്. പിന്നെ അതാണ് ചോദിച്ചേട്ടോ. എല്ലാവരും എന്താണ് നിങ്ങൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതല്ലേ? അവൻ അങ്ങനെ പറയണമെന്നുണ്ടോ നിങ്ങളോട്? പിന്നെ വേറൊന്നും പറയണ്ടോ? എല്ലാവരും ഡോക്ടേഴ്സ് ആവില്ലേ? എനിക്ക് ഫ്രീ കൺസൾട്ടൻസി തരുമല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് സൂം ചെയ്ത് പിടിച്ചേ. എല്ലാവരും ഫേസ് ഒന്ന് സൂം ചെയ്ത് പിടിച്ചേ. നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇവർ കള്ളത്തനം പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റുമല്ലോ. മേലോട്ട് വരൂടാ, പൊന്തണ്ടേ? എന്താ ആരും മിസ്സായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതേണ്ട അവിടെ കുറേ ഉണ്ട്. അങ്ങോട്ട് പിടിച്ചോ ബ്രോ, അങ്ങോട്ടേ പിടിച്ചോ. ഓക്കെ, അപ്പം വേറെ എന്താ പറയുക, ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെയാണ് ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വരാൻ പറ്റുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഷജാസിനോട് ചോദിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടേക്ക് എന്തായാലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല എന്തായാലും. ഷജാസ് ബ്രോ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരുമിച്ച് തള്ളു, ഓർന്ന് ഉഷാറായിട്ട്. ഓക്കെ, താങ്ക് യു ഗൈസ്. എല്ലാവരും നന്ദിയിട്ട് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്നും താങ്ക്സ്. അടുത്ത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഭയങ്കര വൈബായിരുന്നു ഇവിടെ തുടക്കം തൊട്ട് അവസാനം വരെ. ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ സാധിച്ചത്. നമ്മളിതുവരെ യൂട്യൂബിൽ മാത്രമേ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളൂ. ഇപ്പം പുള്ളിക്കാരൻ എന്താണ് ഒറിജിനലി നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നേരിട്ട് കണ്ട് പരിചയപ്പെടാനൊക്കെ പറ്റിയത്. ഇപ്പോൾ പുള്ളിക്കാരൻ അടിപൊളിയാണ്. അദ്ദേഹം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഞങ്ങളോട് എല്ലാവരോടും ഒരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ആളെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ. പക്ഷേ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർത്ത്. അതുപോലെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ ഇത്ര അടിപൊളി ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ
ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. കാരണം അതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി, ആ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി വന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് അധികം കളിച്ചത് മോസ്റ്റ്ലി എല്ലാ ഫസ്റ്റ് ഇയേഴ്സ് ആണ്. അതായത് സെക്കൻഡ് ഇയേഴ്സ് ഇവിടെ 75% കുട്ടികൾ ഇവിടെ ഇല്ല. അപ്പോൾ ഏകദേശം എനിക്കൊന്ന് 10-15 പേര് വെച്ച് ബാക്കി എല്ലാം എൻ്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അത് ഇവിടെ വന്ന് 10 ദിവസം കൊണ്ട് പരിചയപ്പെട്ട കുട്ടികൾ അവർ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടാക്കി അവരാണ് ആ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത്. രാത്രി കൊണ്ടാണ് ഇവർ ഈ പ്രോഗ്രാം ഇപ്പോൾ പിള്ളേർ പൊളിക്കുന്നുണ്ട്, അടിപൊളി പിള്ളേർ എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലൊക്കെ വരാം. എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. നമ്മളതിന് സംസാരിക്കാൻ പോകുന്നത് ഉക്രൈനിൽ മെഡിക്കൽ പർപ്പസിന് വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വിശേഷങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ MBBS എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോഴ്സുകൾ ഉക്രൈനിലുള്ളത്? ഇവിടെ കോഴ്സസ് എല്ലാ കോഴ്സസും ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ MBBS കോഴ്സസ് വരും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സസ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, റോബോട്ടിക്സ്, അങ്ങനെ പറഞ്ഞ് പല യൂണിവേഴ്സിറ്റീസിലാണ് കേട്ടോ. എല്ലാ ഒരു യൂണിവേഴ്സിറ്റിയിലല്ല. പിന്നെ അതുപോലെ തന്നെ MBA BBA വരുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷ് കോഴ്സസ് പിന്നെ അധികം അങ്ങനെ വരുന്നില്ല. നാട്ടിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എനിക്കിപ്പോൾ ഒരു മകനുണ്ട്. എൻ്റെ മാസി എനിക്ക് ഡോക്ടർ പഠിക്കണം. അപ്പോൾ അതിന് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സാവണം. പിന്നെ അതുപോലെ തന്നെ നീറ്റ്. നാട്ടിൽ ഇപ്പം ഒരു 3 കൊല്ലമായിട്ട് ഇപ്പം നാട്ടിൽ NTA ഇപ്പോൾ പറയുന്നുണ്ട് നീറ്റ് ക്വാളിഫൈ ആവണമെന്ന്. അതൊരു നല്ലൊരു കാര്യമാണ്. ക്വാളിറ്റി ഉള്ള കുട്ടികളായിരിക്കും MBBS പഠിക്കാൻ വരുന്നത്. നീറ്റ് ക്വാളിഫൈ ആവണം. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഉക്രൈനിൽ പഠിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നീറ്റ് ക്വാളിഫൈ ചെയ്യണം. നീറ്റ് അതിനുശേഷം നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യണം. അതായത് ഞാനിപ്പം സർട്ടിഫിക്കറ്റ്. അതെ, നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോൺടാക്ട് ചെയ്തിട്ട് മുതലൊന്നുമില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ്, ഡോക്യുമെന്റ്സ്, പിന്നെ നീറ്റ് ആൻഡ് സ്കോർ കാർഡ്, പാസ്പോർട്ട് ഇതൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്ര ദിവസമുള്ള വിസ ഒക്കെ അടിച്ചിട്ടും നമുക്ക് ഇപ്പം ആദ്യമേ ഡോക്യുമെന്റ് തരികയാണെങ്കിൽ നമുക്ക് ഏകദേശം വിത്തിൻ 15 ഡേയ്സ് നമുക്ക് വിസ അടിച്ചു കിട്ടാം. 15 ദിവസത്തിനുള്ളിൽ. ഈ സ്റ്റുഡൻസ് വിസയാണ് വരുന്നത്? സ്റ്റുഡൻറ് വിസയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആസ് എ പേഴ്സൺ ഇപ്പം ബ്രോ ഇവിടുത്തെ കുട്ടികളുടെ ഗാർഡിയൻ ആണ്. ഗാർഡിയൻ എന്ന നിലയിൽ നിങ്ങൾ ഞാനിപ്പോൾ എൻ്റെ മകനെ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. അപ്പം അതിനിപ്പം കംപ്ലീറ്റ് പറയണം. കാരണം ജെന്യൂനായിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ്. അതിൽ വരുന്ന പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? എത്ര അവർക്ക് ഫീസ് വരുന്നുണ്ട്? അതുപോലെ എങ്ങനെയാണ് ഹോസ്റ്റൽ എങ്ങനെയാണ് വരുന്നത്? ഫുഡ് എങ്ങനെയാണ് വരുന്നത്? പിന്നെ ഒന്നും കൂടി നിങ്ങളെ കൂട്ടത്തിൽ എൻ്റെ മകനെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യുന്നത്? ചിലപ്പോൾ എൻ്റെ മകനെ ചിലപ്പം 8 മുട്ടും തിരിയാതെ കുട്ടിയായിരിക്കും, ചിലപ്പോൾ പുറത്തുനിന്ന് പോയി പരിചയമില്ലാത്തിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അവരെ കെയർ ചെയ്യുന്നത്? അതുപോലെ കറക്റ്റ് A to Z പറയണം. ഞാനിപ്പോൾ എൻ്റെ മകനെ നിങ്ങളുടെ കയ്യിലോട്ട് തന്നു, ഞാൻ നിങ്ങൾക്ക് എന്താ ഫീസായിട്ട് എങ്ങനെ തരുന്നത്? അപ്പം ഞാൻ നമ്മുടെ ആക്ച്വലി എൻ്റെ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഫീസ് കയ്യിൽ മേടിക്കാറില്ല. യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ബന്ധം കറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട്. നമ്മൾ ആകെ വാങ്ങുന്നത് വിസ ഫീസ്, പിന്നെ നമ്മുടെ സർവീസ് ചാർജ്, പിന്നെ അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ ചാർജ്. കമ്പനിയുടെ പേരെന്താ? Makeway Education Pvt Limited. Makeway Education Pvt Limited. വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കണം. എല്ലാം ഉണ്ട്. അതെ. കൊല്ലത്താണ്, കോഴിക്കോടുണ്ട്, ആൻഡ് ഡിഫറെൻറ്റ് സിറ്റീസിലുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളൊരു കുട്ടി വരികയാണെന്ന് വെച്ചാൽ ഒരു പാരൻസിൻ്റെ ഡ്രീമും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അപ്പം ഞാനും ഒരു സമയം കുട്ടിയായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അപ്പം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളുടെ ഈ കുട്ടികളൊന്നും അനുഭവിക്കരുത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു കുട്ടി ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫീസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യണം. നോട്ട് ദ പോയിന്റ്. രക്ഷിതാവും യൂണിവേഴ്സിറ്റിയും തമ്മിലാണ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏജൻസി അതിൽ ഒരിക്കലും ഏജൻസിക്ക് നമ്മൾ കാശ് മേടിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. അപ്പോൾ MBBS ഒരു കുട്ടി വരുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ എക്സ്പെൻസ് എത്ര വരും? ഡിപ്പെൻസ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം ഞാൻ കാർക്കീവിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ കാർക്കീവ് മാത്രമല്ല ചെയ്യുന്നത്. എനിക്ക് കീവിലും 150 കുട്ടികളുണ്ട്. പെർ ഇയർ എനിക്ക് ഏകദേശം ഒരു 50 above സ്റ്റുഡൻസ് വരാറുണ്ട് കീവിൽ. അത് ഒന്നും കൂടി ഉണ്ട് കേട്ടോ. കീവിലും കാർക്കീവിലും മാത്രമല്ല, നമ്മൾ പോയ ഒരുവിധം എല്ലാ സിറ്റീസിലും സ്റ്റുഡൻസ് ഉണ്ട്. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റി. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എന്താ പറയുക, ഇവിടെയൊക്കെ സൈറ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു യുക്രൈൻ്റെ അകത്ത് ഒരുപാട് സിറ്റീസ് ഉണ്ട് കേട്ടോ. യുക്രൈനിൽ 18ഓളം യൂണിവേഴ്സിറ്റീസ് 18ഓളം യൂണിവേഴ്സിറ്റിക്ക് MCAയുടെ അഫിലിയേഷൻ ഉണ്ട്. അപ്പം ഈ 18 യൂണിവേഴ്സിറ്റിയിലും എനിക്ക് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് അതായത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം VN Karasin Kharkiv National University. That is rank 1 in Ukraine. 410 ലോക റാങ്കിങ്. അതായത് 500-നകത്ത് റാങ്കിങ് ഉള്ള യുക്രൈനിലൊരു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആകെ IITയും എയിംസ് മാത്രമാണ് 500-നകത്ത് റാങ്കിങ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ്, ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. 1804 തുടങ്ങുന്ന ഈ യൂണിവേഴ്സിറ്റിയാണ്. അതായത് 216 കൊല്ലം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി. ഇപ്പം നിലവിൽ ഇന്ത്യയിലില്ല ഇത്രയും പഴക്കമുള്ള യൂണിവേഴ്സിറ്റി. 3 നോബൽ പ്രൈസ് വിന്നേഴ്സ് ഉണ്ട്. അതിലൊന്ന് എയ്ലി മെഷ്നിക്കോവ്, ഫാദർ ഓഫ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇപ്പം നാച്ചുറൽ പ്രതിരോധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് പുള്ളിക്കാരൻ. പഠിച്ചതും പഠിപ്പിച്ചായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന്. അപ്പം അത്രയ്ക്കും പ്രാധാന്യമുള്ള യൂണിവേഴ്സിറ്റിയാണ്. നല്ല പഴക്കം കൂടിയ യൂണിവേഴ്സിറ്റിയാണ്. അതുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് യുക്രൈനിലെ ഏറ്റവും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ അവിടെ ജോലി കിട്ടുള്ളൂ. ഹൈലി സാലറീഡ് ആണ് അവർ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഹൈ ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർക്കീവിനും കീവിനും എന്താണ് പ്രത്യേകത, ഞാൻ അത് മാർക്കറ്റിംഗ് ആയിട്ടല്ല പറയുന്നത്, എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന്. നമ്മൾ ആദ്യം പാരൻസ് വിടുമ്പോഴത്തേക്ക് റഷ്യ, ചൈന, യുക്രൈൻ, ഫിലിപ്പൈൻസ്, ജോർജിയ, ഇപ്പം അസർബൈജാൻ, തജിക്കിസ്ഥാൻ എല്ലാം കുറേ രാജ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ്സ് ഏജന്റ് വൈസ് കുറേ പേര് കൊണ്ടുവന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അപ്പം പ്രാധാന്യമായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം പാരൻസ് ശ്രദ്ധിക്കേണ്ടത് പോപ്പുലേഷൻ ഉണ്ടോ എന്നാണ്. ഒരു സിറ്റിയിൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രോഗികളെ കിട്ടത്തുള്ളൂ, അതായത് പേഷ്യൻസിനെ കിട്ടത്തുള്ളൂ. ഇതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ ബംഗ്ലാദേശിൻ്റെ അത്ര പോലും പോപ്പുലേഷൻ ഇല്ല. സെയിം ആണ് യുക്രൈനിലും. സോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ സിറ്റീസും സബ് ക്യാപിറ്റൽ സിറ്റീസും ഒക്കെ എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി, അതായത് അക്രഡിറ്റേഷൻ ലെവൽ, അതുപോലെ റാങ്കിങ്, യൂണിവേഴ്സിറ്റി റാങ്കിങ് ഒബ്വിയസ്ലി നോക്കിയിരിക്കണം. പക്ഷേ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. നമ്മൾ റഷ്യയിലോ യുക്രൈനിയനിലോ ചൈനീസിലോ ഒന്നുമല്ല പഠിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ക്വാളിറ്റി ടീച്ചേഴ്സിനുണ്ടോ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി മെട്രോയിൽ പോയിരുന്നല്ലോ. മെട്രോയിൽ നമ്മൾ കണ്ടൊരു വേൾഡ്സ് ഡീപ്പസ്റ്റ് മെട്രോ യുക്രൈനിലാണ്. അപ്പം കീവിലും കാർക്കീവിലും മെട്രോ ഉണ്ട്. അപ്പം കാർക്കീവിൽ നമ്മളിപ്പം മെട്രോ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിന് 2 വർഷം മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്. പിന്നീട് 3rd ഇയർ തൊട്ട് ഇവർക്ക് ക്ലാസ്സസ് ഒരു 80% ഹോസ്പിറ്റൽസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ മെട്രോ ഉള്ളത് വളരെയധികം നല്ലതാണ്. പല സിറ്റീസിലും ട്രാമിലും അതുപോലെ ടാക്സിയിലും പിന്നെ നടന്നുമൊക്കെയാണ് കുട്ടികൾ ഹോസ്പിറ്റൽസ് എല്ലാം വന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മെട്രോയിൽ അവൈലബിൾ ആയതുകൊണ്ട് എല്ലായിടത്തും റീച്ച് ചെയ്യാം. 5 minutes അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. അത് സംഭവം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മതി. കാരണം നമ്മൾ ഒരു സിറ്റിയിൽ ജീവിക്കും, നമ്മൾ ഓക്കെ രാവിലെ എനിക്ക് എണീച്ച് ഇന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് പോകേണ്ടത്, അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയില്ല, അപ്പോൾ ഞാൻ ടാക്സി എടുക്കേണ്ടതും എക്സ്ട്രാ എക്സ്പെൻസ്. അതൊക്കെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അതിൽ ബ്രോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ബ്രോ പറഞ്ഞിരുന്നു പോപ്പുലേഷൻ കൂടിയ സിറ്റികളിലാണ് പേഷ്യൻസ് കൂടുതൽ ഇടുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പുറത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പഠിക്കണം തന്നെ അവിടെ ആൾക്കാർ അസുഖം പിടിച്ച് വരണം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ പോപ്പുലേഷൻ ഇല്ലാത്തതാണ് നമുക്ക് പഠിക്കാൻ ആളുണ്ടാവില്ല. പിന്നെ മൂന്നാമത് തന്നെ ഹോസ്പിറ്റാലിറ്റി, ഇന്ത്യൻസ് ഉള്ളത് നോക്കാൻ ആളുകളുള്ള നമ്മൾ നോക്കിയെടുക്കണം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഏജൻസിയും കാര്യങ്ങളൊന്നും ഞാൻ ഡിമാർക്കറ്റ് ചെയ്യല്ല. ഇപ്പം കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഓൾറെഡി ജോബ് വിസയുടെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോന്റെ കമന്റ് ഒരുപാട് ആൾക്കാർ എഡ്യൂക്കേഷനെ പറ്റി ചോദിച്ചിരുന്നു. അതെ. അപ്പം ഓൾറെഡി അങ്ങനെ വന്നിരുന്നു. അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ചെയ്യുന്നു. നമ്മൾ ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ അഡ്മിഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 6 വർഷം പഠിച്ചിറങ്ങുന്നവരെ ഏത് രാത്രിയാണെങ്കിലും ഓഫീസ് വഴി കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു മരുന്ന് എത്തിക്കണം, അല്ലെങ്കിൽ ഒരു ATM കാർഡ് ക്യാഷ് കൊടുക്കണം അത്യാവശ്യമായിട്ട് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ പാരൻസ് ഇങ്ങോട്ട് വരണം. എല്ലാ പാരൻസും ഇങ്ങോട്ട് വെൽക്കമാണ്. എത്ര പാരൻസോളം ഇങ്ങോട്ട് വരുന്നുണ്ട് അത്രയും എനിക്ക് നല്ലതാണ്. എന്ന് വെച്ചാൽ ഞാൻ പാരൻസിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ചാനൽ ഓൾറെഡി ഉണ്ട്. പാരൻസിൻ്റെ കമൻസും കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ പാരൻസ് എല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. പലവരും കൊണ്ടുവരില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒറിജിനൽ അവസ്ഥ ആയിരിക്കത്തില്ല നിങ്ങളോട് പറയുന്നത്. നമുക്കിനകത്തൊന്നും മറച്ചു വയ്ക്കാനില്ല. ഹോസ്റ്റലായാലും എന്താണെങ്കിലും ലൈവ് സ്റ്റുഡൻസിനെ വിളിച്ച് ഇട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ MBBS എന്നുള്ളത് ഒരു സിമ്പിളായിട്ട് എത്ര കൊല്ലത്തെ കോഴ്സ്? 6 വർഷത്തെ കോഴ്സാണ്. 6 വർഷത്തേക്ക് മൊത്തത്തിൽ എത്ര പൈസ? ഏകദേശം ഒരു 30 lakhs 30 ലക്ഷം. അതായത് ഈ യൂണിവേഴ്സിറ്റി ഇവിടെ കാർക്കീവിലും അല്ലെ കീവിലാണെങ്കിൽ ഏകദേശം നിയർലി 30 lakhs വരും. അപ്പോൾ 6 വർഷത്തേക്ക് കാർക്കീവ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ മക്കളെ MBBS പഠിപ്പിക്കണമെങ്കിൽ 30 ലക്ഷം രൂപ ചിലവാകും. ഈ 30 ലക്ഷം രൂപയിൽ ഇവർക്ക് എന്തൊക്കെ കിട്ടും? ഫുഡ് വെച്ചു, ബാക്കിയല്ല. ഫുഡ് ഒഴികെ ഹോസ്റ്റൽ കിട്ടും. ഹോസ്റ്റൽ കാര്യങ്ങളല്ല. അതെന്ന് വെച്ചാൽ ഈ 30 lakhs യു വിൽ ബി പേയിങ് ടു യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കേണ്ട പൈസയാണ്. ഫുഡ് മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ മകനെ വിട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പം ഷജാസ് ഭായി ആണ് ഇപ്പോൾ എൻ്റെ മോനെ കൊണ്ടുപോകുന്നത്. അതെ. അപ്പം അവൻ ഇവിടെ വന്നു. അപ്പോൾ അവന് റൂമും കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയാണ് കൊടുക്കുന്നത്, നിങ്ങളാണ് കൊടുക്കുന്നത്? നമ്മളാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം യൂണിവേഴ്സിറ്റി എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എയർപോർട്ടിൽ പോയി എമിഗ്രേഷൻ ക്ലിയറൻസ് തൊട്ട് യൂണിവേഴ്സിറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് നമ്മൾ ആസ് എ ഗാർഡിയൻ നമ്മളെ പേരിലാണ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. നമ്മൾ A to Z നമ്മൾ തന്നെയാണ് നോക്കുന്നത്. ആൻഡ് യൂണിവേഴ്സിറ്റി വിൽ ബി പേയിങ് മീ. ഓക്കെ, അതിന് വേണ്ടി, അതായത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരു ആളിനെ അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളുമായിട്ട് അവരുടെ ഭാഷ സംസാരിക്കുന്ന ഒരാൾ തന്നെ എപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഒരു കാര്യം അതിൽ ഞാനൊന്നും കൂടി മലയാളത്തിൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം. മുപ്പരാണ് കുട്ടിയുടെ ഗാർഡിയൻ, മുപ്പരുടെ ഉത്തരവാദിത്വം. ഇവിടെ ഒരു കുട്ടിയോട് വന്ന് ഇവിടുന്ന് പഠിച്ചിറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഉത്തരവാദിത്തം മുഴുവനും മൂപ്പർക്കാണ്. അതിന് മൂപ്പർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് ഒരിക്കലും രക്ഷിതാക്കളല്ല, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സർവീസ് തരുന്നുണ്ട്. അത് കമ്പനിക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആസ് എ ലോക്കൽ ഗാർഡിയൻ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് ഇവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അത് ഒരു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനിയിപ്പം എൻ്റെ മകൻ ഇവിടെ പഠിക്കാൻ തുടങ്ങി, അവന് പെട്ടെന്ന് പനി വന്നു, നിങ്ങൾ എന്ത് ചെയ്യും?
എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ആദ്യം വിളിക്കേണ്ട ആംബുലൻസ് ആണ്. ഇവിടുത്തെ റൂൾ അനുസരിച്ച് ആംബുലൻസ് വിളിക്കണം. ആംബുലൻസിനകത്ത് ഡോക്ടർ കാണും, വരണം, ചെക്ക് ചെയ്യണം, അതുപോലെയാണ്. പക്ഷേ നമ്മളുടെ ഹോസ്റ്റലിൽ തന്നെ ഫൈനൽ ഇയർ അതുപോലെ 5th ഇയർ സ്റ്റുഡൻസ് ഉണ്ട്, ഓൾറെഡി നാട്ടിൽ വന്ന് എക്സ്പീരിയൻസ് ഉള്ള, അതായത് 2 മാസം വെക്കേഷൻ ഉള്ളപ്പോൾ ഒരു നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽസിലെ പ്രാക്ടീസുള്ള കുട്ടികളിവിടെ ഉണ്ട്. അപ്പം അതുപോലത്തെ കുട്ടികളുടെ സ്റ്റെതസ്കോപ്പ് മുതൽ എല്ലാ എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ മരുന്നുകളെല്ലാം അവരിലുണ്ട്. അവരായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇപ്പം പനിയൊക്കെ ക്രോണിക് ആവുകയാണ്, അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നിട്ടുണ്ട് 2 വർഷം മുമ്പ് ഒരു കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ അല്ലാത്തുള്ള കാര്യം നമ്മൾ ഹോസ്റ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇസ് സംതിങ് മോർ. നമ്മൾ എന്തായാലും ഞാൻ ആശുപത്രി കൊണ്ടുപോകും, പ്രൈവറ്റ് ആയിട്ട് ആശുപത്രി കൊണ്ടുപോകും. ഓക്കെ, അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവരിപ്പോൾ നടക്കുന്നത് ഞാനും കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു കുട്ടികൾ വന്നാൽ ഫസ്റ്റ് ഇയർ ബാച്ചിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? അതെ, ഗ്രൂപ്പ് ഉണ്ടാവും. ഫസ്റ്റ് ഇയർ ബാച്ചിൻ്റെ പാരൻസിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പം മൂപ്പരുടെ കീഴിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവരുടെ രക്ഷിതാക്കൾക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ആ ഗ്രൂപ്പിൽ രക്ഷിതാക്കൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ രക്ഷിതാവിനോട് പറയുകയോ മൂപ്പരോട് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ അവർ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യും, എല്ലാ കാര്യങ്ങൾക്കും സോൾവ് ചെയ്യുകയും ചെയ്യും. സോൾവ് എന്തായാലും ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ സോൾവ് ചെയ്യണം. എന്ന് വെച്ചാൽ എൻ്റെ ഇത് പൊങ്ങച്ചായിട്ട് പറയാമല്ല, എൻ്റെ വിജയം എന്ന് പറയുന്നത് വെച്ചാൽ സർവീസാണ്. അതായത് നമ്മൾ കൂടുതൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ആ ഫാമിലിയുള്ള എല്ലാ, അല്ലെങ്കിൽ ആ പരിസരത്തുള്ള എല്ലാ സ്റ്റുഡൻസും നമുക്ക് തന്നെ വരും. പിന്നെ ഇവർക്ക് പിന്നെ പ്രത്യേകിച്ച് പരസ്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഇവർ ഈ പറഞ്ഞ പാരൻസിൻ്റെ റെക്കമെൻഡേഷനിൽ അടുത്ത കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എനിക്ക് റെക്കമെൻഡേഷൻ കസ്റ്റമേഴ്സ് അല്ല, അടുത്ത സ്റ്റുഡൻസ് വരുന്നുണ്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയല്ല പറയില്ല, അവിടെ പറഞ്ഞു സ്റ്റുഡൻസ് വരുന്നത്. പിന്നെ അപ്പം ഇതൊക്കെയാണ് സംഭവം. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഒന്നുകൂടി ചോദിക്കുന്നു, അപ്പം ഞാനിപ്പോൾ എൻ്റെ മകനെ ഒരു 30 ലക്ഷം രൂപയിൽ ഇങ്ങോട്ട് അയച്ചു, 6 കൊല്ലം. അപ്പം ഇവന് ഇവിടെ വന്ന് എന്തെങ്കിലും തരികിട എന്തെങ്കിലും നടക്കുമോ? പഠിക്കാതെ ഞാൻ എല്ലാ തരികിടയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ തരികിടയും കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് തരികിട നടക്കത്തില്ല. നമ്മൾ ആ ഒരു രീതിയിലാണ് കെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള സ്വാതന്ത്ര്യം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം മലയാളം മൂവീസ്, ഇപ്പോൾ കൊറോണ ആയിട്ടില്ല, എല്ലാം മലയാളം മൂവീസ് ആണെങ്കിൽ എല്ലാം അവർക്ക് എന്തൊക്കെ വേണ്ടത് ആ സാധനങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഞാനും എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇവർ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാനും കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം അധികം അങ്ങനെ പിള്ളേരൊന്നും അങ്ങനെ പ്രശ്നക്കാരല്ല. ഒന്നും പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഉഴപ്പുന്ന ഒരാൾക്കാരല്ല. വലിയ പഠിത്തവും ഇല്ല, വലിയ ഉഴപ്പമില്ല, ഒരു മീഡിയം റേഞ്ചിൽ എല്ലാവരും പോകും. നല്ല കുട്ടികളാണ്. നല്ല തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. ഓഫ്കോഴ്സ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായി. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അവരോട് ഇപ്പം ഇവൻ്റെ കൂടെ 10 ദിവസം നിന്ന ഇതിൽ ഞാൻ പറയുന്നതാണ് ഹീസ് ഓക്കെ. എന്ന് വെച്ചാൽ എപ്പോഴും കയ്യിൽ വാട്സപ്പ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പ് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പും അവരുടെ ഫാദേഴ്സിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട്. ഇവിടെ മൂപ്പരുടെ കീഴിൽ പഠിക്കുന്ന കുട്ടികളുടെ അവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും ആ ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, ഫുഡ് കഴിച്ചിട്ട് ട്രാവൽ തുടങ്ങിയത്. അതെ, ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ട്രാവൽ തുടങ്ങിയത് കേട്ടോ. കിടിലൻ ഷെഫാണ്, നല്ല അടിപൊളി ഷെഫാണ്, മലയാളിയാണ്. മെനു ഒക്കെ നല്ല കിടിലൻ മെനു. എന്തൊക്കെയാണ് മെനു കൊടുക്കുന്നത്? മെനു എന്ന് പറയുന്നത് ഇപ്പം ഫസ്റ്റിലൊരു ടൈമിൽ എന്ന് പറഞ്ഞാൽ വിൻ്റർ ടൈമിൽ അവർ മീറ്റ് കുറേ കഴിക്കണം, എങ്കിൽ നമ്മൾ ബോഡി ചൂട് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. സോ 6 നേരം നോൺ വെജും ഒരു നേരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസം എന്ന് വെച്ചാൽ ഇവിടെ നോൺ വെജിന് നമുക്ക് പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പനീർ പ്രൊവൈഡ് ചെയ്യാം, ചന പ്രൊവൈഡ് ചെയ്യാം, അതൊക്കെ വരും. അത് നോർത്ത് ഇന്ത്യൻ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളീസ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ആണ്. അപ്പോൾ നോൺ വെജ് ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിൻ്റെ കോൺടാക്ട് നമ്പർ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിനോട് തന്നെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ മാത്രമല്ല, നമ്മൾ അഡ്രസ്സും കാര്യങ്ങളും അവരെ വീട്ടിൽ പോയി സംസാരിക്കുക. നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പാരൻസ് കമ്മ്യൂണിറ്റി, പാരൻസ് ഒരു ഗ്രൂപ്പ്, നമ്മളൊരു ഫാമിലി പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ മകൻ അയക്കുമ്പോൾ എൻ്റെ മക്കളാണ് നമുക്ക് ഒറ്റ വലുത്. അപ്പം അടുത്ത ഒരു ഉപ്പിയും ഒരിക്കലും കള്ളത്തരം പറയില്ല. നിങ്ങളൊരു പാരൻസിനോട് ചോദിക്കുമ്പോൾ അവരൊരിക്കലും അവരെ മക്കളോട് പഠിക്കുന്ന നിങ്ങളോട് കള്ളം പറയില്ല. കാരണം അവരും നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കും. അത്ര ഉറപ്പായിട്ട് ബ്രോ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കാര്യമുണ്ട്. അപ്പം ഏകദേശം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ എവിടെ പോയാലും എഡ്യൂക്കേഷൻ, അതുപോലെ ജോലി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഉക്രൈനിലെ ജോലിയില്ല, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷൻ്റെ പർപ്പസിന് ഞാൻ വരാം. ഒന്നുകൂടി, ഇവിടെ സ്റ്റുഡൻസ് വിസ വരുന്നവർക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ പല ഏജൻസീസും സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് ഇവിടെ ജോലി ചെയ്യാം, ഇവിടെ നിന്ന് രാജ്യം കടക്കാൻ പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരും. ദയവ് ചെയ്ത് പാരൻസ് ഒന്ന് ഓർക്കണം, ഇവിടെ വരുന്നത് എഡ്യൂക്കേഷൻ വിലക്കുറവിൽ നല്ല എഡ്യൂക്കേഷൻ മേടിച്ചിട്ട് നല്ല യൂണിവേഴ്സിറ്റി മാത്രം ചൂസ് ചെയ്യുക, ഇവിടെ വന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് പോവുക. ജോലിക്കും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ചാടാമെന്ന് തരുന്ന വാഗ്ദാനങ്ങളെല്ലാം ഫേക്കാണ്. അപ്പോൾ ഞാനിപ്പം എൻ്റെ മോനെ അയച്ചു, അവന് നിങ്ങളറിയാണ്ട് പുറത്തൊക്കെ ജോലിക്കൊക്കെ പോയി. അപ്പോൾ എന്ത് ചെയ്യും?
അങ്ങനെ പോകാൻ പറ്റത്തില്ല. നമ്മളറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ 3 മാസം അവർക്ക് TR ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കിട്ടിയാലും 1 മാസം നമ്മൾ ഹോസ്റ്റലിൽ പുറത്ത് വിടത്തില്ല. ഹോസ്റ്റലിൽ പുറത്ത് വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ ഓരോ ബ്ലോക്കിലും മോണിറ്റേഴ്സ് ഉണ്ട്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2 റൂം, 2 റൂമിൽ മോണിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലോറിൽ മോണിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മോണിറ്റേഴ്സിനാണ് വഴക്ക്. അതുകൊണ്ട് പല പല കാര്യങ്ങൾ നമ്മൾ ആ ഒരു അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത് അവിടെ. അത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ മെയിനായിട്ട് കെയർ ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഇയേഴ്സ് വന്ന പാടുള്ള മക്കളായതുകൊണ്ട് കുഞ്ഞു മക്കൾ 17-18 വയസ്സിൽ കുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ചെറിയ മക്കളാണ്. അപ്പോൾ അവരുടെ സിറ്റീസിലും ഇല്ല. ചില പാരൻസിന് ബാക്കിയുള്ള സിറ്റീസിലൊക്കെ പഠിക്കുന്ന കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. 2 വർഷം കുട്ടികളെ ഞാൻ ഫ്ലാറ്റിലോട്ട് വിടാറില്ല. അങ്ങനെ അഥവാ ഫ്ലാറ്റിലോട്ട് ആരെങ്കിലും ഇപ്പോൾ സിസ്റ്റേഴ്സോ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാരൻസ് എഴുതി തരണം. ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഫ്ലാറ്റിലോട്ട് കുട്ടികൾ പോവുകയാണെങ്കിൽ കെയർ കുറവായിരിക്കും കിട്ടുന്നത്. ഫ്ലാറ്റ് മീൻസ് അവരുടെ ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് പുറത്ത് റെന്റ് എടുത്ത് താമസിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതാണ്. ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ സെയിം ആണ്. ഓക്കെ, ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. നിങ്ങൾക്ക് ഡോക്ടർ MBBS പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ MBBS പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്യുക. മൂപ്പരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാം. വേറെ കാര്യം, ഞാനിവിടെ വന്ന് പേഴ്സണലി വന്നു ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്തില്ല, ഒരിക്കലും അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് ഇവരെ സംസാരിച്ച് ഇവർ നാട്ടിലെ ടീംസുമായി സംസാരിച്ചൊക്കെ നിങ്ങൾ ചെയ്യും. ഈ 30 ലക്ഷം ഒന്നും ഒരുമിച്ച് എടുക്കണോ? അല്ലല്ല, 30 ലക്ഷം ഒരുമിച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഫസ്റ്റ് ഇയറിൽ വരുന്നത് നമുക്കൊരു നിയർലി ഒരു 8 lakhs ഇൻക്ലൂഡിങ് വിസ കാര്യങ്ങളെല്ലാം വരും. അത് കഴിഞ്ഞിട്ട് ഇയർലി 4 lakhs ആണ്. ഇതൊക്കെ നമുക്ക് 2 ആയിട്ട് അടയ്ക്കാം. 2 lakhs അങ്ങനെ വെച്ച് അടയ്ക്കാം. 8 ലക്ഷം രൂപ ഫസ്റ്റ് എടുക്കുക. ബാക്കി 5 വർഷം ഒരു 2 ലക്ഷം 6 മാസം കൂടും. 6 മാസം കൂടി 2 ലക്ഷം, ഒരു കൊല്ലം കൂടുമ്പോൾ 4 ലക്ഷം ആക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കി ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഹോസ്റ്റലും കൂടെ അതെ. അതിൽ പിന്നെ ഫുഡിൻ്റെ ചിലവ് മാത്രം എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ പിടിക്കാനോ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇതിനേക്കാളും വില കുറഞ്ഞ 30 ലക്ഷം നമുക്ക് 22 ലക്ഷം രൂപ 20 ലക്ഷം രൂപ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം ഡിഫേഴ്സ് ഇൻ ക്വാളിറ്റി എന്ന് വെച്ചാൽ നാഷണൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമീസ്, ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ടോപ്പ് നാഷണൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അവിടെയാണ് ECTS യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ECTS സ്കോർ ഹൈ ആയിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്, ഡോക്ടർ ആവേണ്ടതാണ് നമ്മളൊക്കെ ചികിത്സിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങൾ ഇവരെ വിളിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞുതരും. കുട്ടികളോടൊക്കെ എല്ലാവരും ഹാപ്പിയാണ്, ഞാൻ കണ്ടു, സംസാരിച്ചു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല ഡോക്ടേഴ്സ് കറക്റ്റ് ചെയ്യുന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, എന്ന് ആശംസിക്കുന്നു. മൂപ്പർ എൻ്റെ ഫ്രണ്ടാണ്. ഇനി അഥവാ മൂപ്പരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാം കേട്ടോ. കാരണം ഇവൻ്റെ കഴുത്തിന് ഞാൻ പിടിച്ചോളാം. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.